കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ നാട്ടിലെ ഒരു അടിപൊളി സ്ഥലമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ട് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം ഉണ്ടെന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ എന്നാൽ നേരെ അങ്ങോട്ടേക്ക് വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോയി. നല്ല ശാന്തസുന്ദരമായ ഗ്രാമ കാഴ്ചകളാട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിൽ കുറേ റബ്ബർ ട്രീസാണ് ഉള്ളത്. അപ്പം റോഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് റബ്ബർ മരങ്ങളാണ് കാണുക. ഇത് കുറച്ചൊരു ചെറിയ മലയിലേക്കാട്ടോ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ സിറ്റി പോലെ അങ്ങനെ കടകളൊന്നും കാണത്തില്ല. ജസ്റ്റ് ചെറിയ ചെറിയ വീടുകളാണുള്ളത്. നല്ല എന്താ പറയുക, നമുക്ക് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഓൾസോ ഇങ്ങോട്ടേക്കുള്ള ഡ്രൈവും നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല, പക്ഷേ നമുക്ക് ആൾക്കാർക്കൊക്കെ പോകുന്നതിന് കുഴപ്പമൊന്നും ഇല്ല. ആക്ച്വലി നമുക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ആരും പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ചുറ്റും മലകളാണുള്ളത്. അവിടെ നല്ല കോടയൊക്കെ പൊതിഞ്ഞ് നല്ല ബ്യൂട്ടിഫുള്ളാണ്. നേരിട്ട് കാണാൻ ശരിക്കും ഇതിലും നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാനിങ്ങനെ കാറിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എടുക്കുന്നതുകൊണ്ട് തന്നെ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന സ്ഥലവും നല്ല ബ്യൂട്ടിഫുള്ളാട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത് പാലത്തും കടവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ നിന്ന് കുറച്ച് ഒരു 4 മണിക്കൂറൊക്കെ നമുക്ക് ട്രാവൽ ചെയ്താൽ മൈസൂരൊക്കെ എത്തും. അപ്പം കുറച്ച് അടുത്താണ് ഞങ്ങൾക്ക് ബാംഗ്ലൂരൊക്കെ. അപ്പോൾ ഇതിന് താഴെ നമുക്ക് പുഴ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പം മഴ ആയതുകൊണ്ട് നല്ലപോലെ വെള്ളം ഒഴുക്കുണ്ട്. പിന്നെ അങ്ങോട്ടേക്കുള്ള റൂട്ടും എനിക്ക് അറിയത്തില്ല, ഇവിടുന്ന് കണ്ടിട്ടേ ഉള്ളൂ. നമുക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് ഏത് വഴി കൂടെ പോകുന്നതെന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഡാം ഉണ്ട്. ആ ഒരു ഡാം ഇപ്പം പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ പേര് വരുന്നത് ബാരപ്പോൾ ഡാം എന്നാട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ താഴെയായിട്ടാണ് ആ വെള്ളം പോകുന്നത്. ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് നല്ല കുത്തൊഴുക്കുണ്ട്. അതുകൊണ്ട് ഇറങ്ങാനൊന്നും തോന്നിയില്ല. ഇവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അങ്ങ് അകലെ നമുക്ക് മലയൊക്കെ കാണാം, മലേനെ മൂടിയിട്ട് കോടയൊക്കെ കാണാം. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇവിടെ നമുക്ക് കുറച്ച് നേരം ഇറങ്ങി ഒന്ന് ആസ്വദിക്കാനൊക്കെ പറ്റും. ഇതാണ് ആ ഡാമിൻ്റെ കുറച്ച് ബാക്കി പോർഷൻസ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസ് ഉണ്ട്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അത് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തട്ട് പോലെയാണ് ഈ വാട്ടർഫോൾസ് വരുന്നത്. ഞാൻ കുറച്ചും കൂടി വിശദീകരിച്ച് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ കാണുള്ളൂ. പക്ഷെ നമ്മൾ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ പോർഷൻസും ഉണ്ട്. ഇതിൻ്റെ എന്താ പറയുക, കുറച്ചും കൂടി അങ്ങായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റോഡിൻ്റെ 2 സൈഡിലായിട്ടാണ് ഈ വാട്ടർഫോൾസ് ഇരിക്കുന്നത്. ഇതൊരു പോർഷൻ. അത് കഴിഞ്ഞ് റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് വേറൊരു പോർഷൻ ഉണ്ട്. അതും നല്ല ബ്യൂട്ടിഫുൾ ആണ്. റബ്ബർ മരങ്ങളുടെ ഇടയ്ക്ക് കൂടെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആട്ടോ. നല്ല ക്ലിയർ വെള്ളമൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും ആക്ച്വലി. അപ്പോൾ ഇവിടെ നിന്ന് കാണാനുള്ള വേറെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ റോഡിൻ്റെ മറ്റേ സൈഡിലുള്ള ആ വാട്ടർഫോളിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു വ്യൂ തന്നെ നല്ല രസമാണ്. ഈ റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ ആ വെള്ളം പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആരും വേസ്റ്റ് ഒന്നും ഇടാത്തതുകൊണ്ടും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാം, അങ്ങനത്തെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ നിങ്ങൾക്ക് ട്രാവൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ട്രാവൽ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലകത്ത് നിങ്ങൾക്ക് ട്രാവൽ വ്ളോഗ്സ് കാണാം. ഞാൻ അസർബൈജാൻ്റെയും തായ്ലാൻഡിൻ്റെ ഒക്കെ ട്രാവൽ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.